കോടികൾ ചിലവിട്ട് പുതിയ കെട്ടിടം. പുതുപൊന്നാനി ആയുർവേദ ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഇന്നും വാടക കെട്ടിടത്തിൽ. കഴിഞ്ഞ നവംബറിൽ ഉദ്ഘാടനം ചെയ്ത പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ ഇനിയും കിടത്തി ചികിത്സ ആരംഭിച്ചില്ല. നേരത്തെ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക കെട്ടിടത്തിൽ തന്നെയാണ് ഇപ്പോഴും കിടത്തി ചികിത്സ. ഈ ഇനത്തിൽ പ്രതിമാസം 10,000-ങ്ങളാണ് നഗരസഭ വാടകയായി നൽകി വരുന്നത്. 2.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ OP വിഭാഗം മാത്രമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. 3 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണം മാത്രമാണ് പൂർണ്ണതോതിൽ നടന്നത്. താലൂക്കിലെ തന്നെ കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ 2ാം നിലയുടെ നിർമ്മാണം നീണ്ടുപോയതാണ് കിടത്തി ചികിത്സ വൈകാനിടയാക്കുന്നത്. 3 നിലകളിലായി 12,000 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇതിൽ 4,000 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മാണം നേരത്തെ പൂർത്തിയായി. നാഷണൽ ആയുഷ് മിഷന്റെ 1 കോടി രൂപയും നഗരസഭയുടെ 1.25 കോടി രൂപയും ചെലവഴിച്ചാണ് താഴത്തെ നില നിർമ്മിക്കുന്നത്. 4 OP റൂം, റിസപ്ഷൻ റൂം, ഫാർമസി, മെഡിസിൻ റൂം, കിച്ചൺ റൂം, വെയിറ്റിംഗ് ഏരിയ, ടോയ്ലറ്റ് സൗകര്യം എന്നിവ താഴത്തെ നിലയിൽ സജ്ജീകരിച്ചിരുന്നു. മുകൾ നിലയിൽ 20 ബെഡ് സംവിധാനമുള്ള വാർഡ്, പഞ്ചകർമ്മ, തെറാപ്പി എന്നിവയുടെ നിർമ്മാണം നീളുകയാണ്. മലപ്പുറം ജില്ലയിൽ തീരദേശത്തുള്ള ഏക സർക്കാർ ആയുർവേദ ആശുപത്രിയായ പുതുപൊന്നാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയെ ചാവക്കാട് മുതൽ തിരൂർ വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്തിയതിനാലാണ് കിടത്തി ചികിത്സ ഉൾപ്പെടെ നടത്താൻ കഴിയാതിരുന്നതെന്ന് നഗരസഭ UDF കൗൺസിലർ U മുനീബ് ആരോപിച്ചു. ഇലക്ഷന് മുമ്പ് നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്ത ആ ആശുപത്രിയുടെ OP മാത്രമാണ് അവിടെയുള്ളത്. അവിടെ വരുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഈ ബിൽഡിങ്ങിൽ വളരെ പരിമിതമായ സൗകര്യമാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. എന്ന് മാത്രമല്ല, നഗരസഭ ഓരോ മാസവും വലിയ തുക ഈ ബിൽഡിങ്ങിന് വാടക കൊടുക്കുകയാണ്. അങ്ങനെ നഗരസഭ വലിയ തുക വാടക കൊടുക്കുകയും നഗരസഭയുടെ സ്വന്തം ആശുപത്രി പണി തീരാതെ ഉദ്ഘാടനം ചെയ്ത് മുഴുവൻ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് പൊന്നാനിക്കാരെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് പൊന്നാനി നഗരസഭയ്ക്കുള്ളത്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം നഗരസഭയ്ക്ക് വരുന്നത്. അടിയന്തരമായി പണി തീർക്കേണ്ട പുതുപൊന്നാനിയിലെ കെട്ടിടം ആ പണിയുമായി ബന്ധപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന സ്ഥിതിയാണുള്ളത്. അവിടെ ആ പണി പൂർത്തീകരിക്കാനുള്ള യാതൊരു പരിശ്രമവും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇല്ല. അവർക്കാവശ്യം ഇത്തരം ബിൽഡിംഗ് ഉടമസ്ഥർക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് വാടക കൊടുത്തുകൊണ്ട് നഗരസഭയുടെ പണം പോയാലും ഇത്തരം ആളുകൾ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടട്ടെ എന്ന നിലപാടാണ് പൊന്നാനി നഗരസഭയ്ക്കുള്ളത്. ഇതിനാൽ വാടക ഇനത്തിൽ നഗരസഭ വലിയ പാഴ്ചെലവ് വരുത്തിയെന്നും മുനീബ് കുറ്റപ്പെടുത്തി. അതേസമയം 2ാം നിലയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി അനുമതികൾ ലഭിക്കാനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും സെപ്റ്റംബറിൽ കിടത്തി ചികിത്സ സ്വന്തം കെട്ടിടത്തിൽ ആരംഭിക്കുമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് പറഞ്ഞു. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.